സംസ്കൃത പഠനത്തോട് അവഗണന തുടരുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. സംസ്കൃത പഠനത്തെ ക്രമീകരിക്കുന്നതിനുള്ള 3 തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. 2 വർഷമായി നിയമനമോ ഡെപ്യൂട്ടേഷനോ ഇതിൽ നടക്കുന്നില്ല. റിസർച്ച് ഓഫീസർ, കരിക്കുലം കമ്മിറ്റി അംഗം, സംസ്കൃതം സ്പെഷ്യൽ ഓഫീസർ എന്നീ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. നിയമനം നടക്കാത്തത് സ്കൂളുകളിലെ സംസ്കൃത പഠനത്തിന്റെ ക്രമീകരണത്തെ ബാധിക്കുന്നുവെന്നാണ് അധ്യാപകർ പറയുന്നത്. സുനിഷ അയ്യലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, എന്താണ് സംസ്കൃത പഠനത്തോട് സർക്കാരിന് ഇത്ര വലിയ ബുദ്ധിമുട്ട്? 3 തസ്തികകൾ, അതും പ്രധാനപ്പെട്ട തസ്തികകളാണ്. റിസർച്ച് ഓഫീസറുണ്ട്, കരിക്കുലം കമ്മിറ്റി അംഗമുണ്ട്, സംസ്കൃതം സ്പെഷ്യൽ ഓഫീസറുണ്ട്. ഇവർ 3 പേരില്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ സംസ്കൃത പഠനം എങ്ങനെയാണ് കൃത്യമായി ക്രമപ്പെടുത്തി നടന്നു പോവുക? താളം തെറ്റൂലേ? അരുൺ, ഇത് തന്നെയാണ് അധ്യാപകരും ആശങ്കയായി ഉയർത്തുന്നത്. ഈ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്കൃത പഠനത്തെ ക്രമീകരിക്കുന്നതിനുള്ള 3 തസ്തികകളാണ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നത് എന്നതാണ്. SCERT-യിലുള്ള 2 തസ്തികകൾ, റിസർച്ച് ഓഫീസർ, ഒപ്പം തന്നെ കരിക്കുലം കമ്മിറ്റി അംഗം എന്നീ തസ്തികകൾ 2 വർഷമായി ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒപ്പം തന്നെ DG ഓഫീസിലേക്കുള്ള ഈ നിയമനമായിട്ടുള്ള ഈ സ്പെഷ്യൽ ഓഫീസർ, സംസ്കൃതം സ്പെഷ്യൽ ഓഫീസർ തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊക്കെ തന്നെയും ഓരോ ഈ പറയുകയാണെങ്കിൽ കരിക്കുലം കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിക്കുലം എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളിൽ അഭിപ്രായം പറയേണ്ട, പാഠപുസ്തകങ്ങളുടെ വിതരണവും അല്ലെങ്കിൽ അതിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ഈ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ അത് സ്വാഭാവികമായും സംസ്കൃത പഠനത്തെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പാഠപുസ്തക പരിഷ്കരണം അടക്കം ഈ സമയങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. പക്ഷേ ഈ 2 വർഷക്കാലമായി ഈ റിസർച്ച് ഓഫീസർ തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി പാഠപുസ്തകം പരിഷ്കരിക്കുമ്പോൾ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട, അതിൽ വ്യത്യാസങ്ങൾ പറയേണ്ട ഇത്തരത്തിലുള്ള റിസർച്ച് ഓഫീസർമാർ കൂടി ഇല്ല എങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ സംസ്കൃത പഠനത്തെ ബാധിക്കുമെന്നത് തന്നെയാണ്. അതിൽ 2022-ലായിരുന്നു ഒരു ഡെപ്യൂട്ടേഷൻ പൂർത്തിയാകുന്നത്. പക്ഷേ അതിനുശേഷം ഒരു നിയമനമോ ഡെപ്യൂട്ടേഷനോ ഈ വിഭാഗത്തിൽ നടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഈ യോഗ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് നൽകിയെങ്കിൽ പോലും കൃത്യമായ നിയമനം ഒന്നും തന്നെ ഇതിൽ നടക്കുന്നില്ല. അങ്ങനെ ഒരു സാധാരണ രീതിയിൽ നിയമനം നടന്നില്ല എങ്കിൽ ഡെപ്യൂട്ടേഷനായി അടുത്ത സംസ്കൃതം അധ്യാപകനെ അങ്ങോട്ടേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ഡെപ്യൂട്ടേഷൻ പോലും നടക്കുന്നില്ല എന്നതാണ് പ്രധാനമായും അധ്യാപകർക്കിടയിൽ ആശങ്കയും ഉയർത്തുന്നത് എന്നതാണ്. ഒപ്പം തന്നെ ഈ സ്പെഷ്യൽ ഓഫീസർ തസ്തിക നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ സ്കൂളുകളിൽ സംസ്കൃത പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയും നടത്തണമെങ്കിൽ അതേ രീതിയിലുള്ള സ്പെഷ്യൽ ഓഫീസർമാർ വേണമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയുമ്പോൾ പോലും മറ്റൊരു വിഷയത്തിലുള്ള അധ്യാപകരെ ഡെപ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് മറുപടിയായി നൽകുന്നത്. പക്ഷേ സംസ്കൃതം അധ്യാപകർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു വിഷയത്തിലെ അധ്യാപകർ ഇതിലേക്ക് വരുമ്പോൾ അത് സംസ്കൃത പഠനത്തെയാണ് എങ്ങനെയാണ് പരിപോഷിപ്പിക്കുന്നത് എന്നതാണ്. കാരണം അവർ തീർച്ചയായും അവരുടെ വിഷയത്തെ കൂടുതൽ ഭംഗിയാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ആയിരിക്കും ശ്രമിക്കുക. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ സംസ്കൃത പഠനത്തിന് കാര്യമായ രീതിയിലുള്ള പരിഗണന ലഭിക്കുമോ എന്നതാണ്. അത് തന്നെയാണ് അധ്യാപകർ ആശങ്കയായി ഉയർത്തുകയും ചെയ്യുന്നത്. അരുൺ, ഓക്കെ സുനിഷ, അത് വല്ലാത്തൊരു ആശങ്ക തന്നെയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ പലയിടങ്ങളിലും സംസ്കൃതം തന്നെ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്, സംസ്കൃത മീഡിയത്തിൽ പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്കൂളുകളിലെയൊക്കെ പ്രവർത്തനത്തെ അത് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.